ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്പൈഡർ ഹുക്ക് വെച്ചിട്ട് മീൻ പിടിക്കാൻ വന്നതാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ച് വെച്ചാണ് ഈ സ്പൈഡർ ഹുക്ക്. എറിയാമെന്ന് കരുതി മേടിച്ചതാണ്, പക്ഷേ കഴിഞ്ഞ വർഷം എറിഞ്ഞില്ല. ഈ വട്ടം ആറ്റിപ്പോൾ എറിയാമെന്ന് വിചാരിച്ചു, എന്നിട്ടും നമ്മൾ ചെയ്തില്ലായിരുന്നില്ല. അപ്പം ഞാൻ സ്പൈഡർ ഹുക്ക് എറിഞ്ഞ് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ അത് ആറ്റിലാണ് എറിഞ്ഞത്. അപ്പം ഇന്ന് സ്പൈഡർ ഹുക്ക് വെച്ചിട്ട് നമുക്ക് മീൻ പിടിക്കാം ഗൈസ്. അതുകൊണ്ട് അവിടെ കുറച്ച് തെളിഞ്ഞ സ്ഥലമുണ്ട്, സോ അവിടെ ജസ്റ്റ് എറിഞ്ഞ് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ട മീൻ മറിയുന്നുണ്ട്, സോ മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ല, നമ്മൾ കൂടുതൽ ഈ ചപ്പൊക്കെ ഉള്ളിടത്ത് എറിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അങ്ങനെ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആ തെളിഞ്ഞ സ്ഥലത്തെറിയാം, അവിടെ വലിയ വിഷയമില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് നമ്മുടെ തീറ്റി. ഇതല്ല, ഇതിനകത്ത് നമ്മളിനി മൈദ ഇട്ട് മിക്സ് ചെയ്യണം. ഇത് പെല്ലറ്റാണ്. പെല്ലറ്റ് ജസ്റ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചേക്കുക. ഇനി അതിനകത്തോട്ട് മൈദയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം. ഇനി കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട്, നമുക്കിനി മിക്സ് ചെയ്ത് നോക്കാം ജസ്റ്റ് കൺസിസ്റ്റൻസി കറക്റ്റ് ആകുമോ എന്ന്. ഇതിനകത്ത് ആക്ച്വലി ഇച്ചിരി പൈനാപ്പിൾ എസൻസ് എന്തെങ്കിലും ഒഴിക്കണമായിരുന്നു, ബട്ട് ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഞാനിത് തന്നെ എഴുതി നോക്കുവാണ്. നമ്മുടെ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന പോലുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, കണ്ടോ. ഞാനങ്ങനെ സ്പൈഡർ ഹുക്ക് എല്ലാം ഫിക്സ് ചെയ്യുവാണ്. ഓൾറെഡി അതിനകത്ത് പുതിയതായതുകൊണ്ട് ചൂണ്ട അതിനകത്തോട്ട് കയറ്റി വെച്ചേക്കുവാണ്. അതുകൊണ്ട് നമ്മളത് എടുക്കാൻ ഇച്ചിരി ടാസ്ക്കാണ്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോന്നും ഊരിയെടുത്തേ. ഈ സ്പൈഡർ ഹുക്ക് ഇടുന്നത് തന്നെ കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം അതിൽ മുഴുവൻ ചൂണ്ട ആയതുകൊണ്ട് തന്നെ ഇച്ചിരി കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ചൂണ്ടയെല്ലാം ഊരി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്തോട്ട് നമ്മളുടെ പെല്ലറ്റും മൈദയും കുറച്ച് ഫിക്സാക്കി വെക്കുവാണ്. നമ്മൾ മുകളിലത്തെയും താഴത്തെയും ചൂണ്ട മാറ്റിയിട്ട് നടുക്കാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന മിക്സ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ ചൂണ്ടയും ഇതിനകത്തോട്ട് കൊളുത്തി വെക്കണം. അപ്പോൾ ഇതിനകത്തോട്ട് മീൻ വന്ന് നമ്മുടെ തീറ്റി എടുക്കുമ്പോഴത്തേക്കും അതിൽ മീൻ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. ഞാനിത് ചെയ്തു വന്നപ്പോൾ അത്യാവശ്യം നല്ല വലിയ ഒരു ഉണ്ടയാണ് വന്നത്, തീറ്റി കുഴച്ച് വെച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിക്ക് ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ആദ്യം നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ കാസ്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചൂണ്ട നല്ലപോലെ അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു എന്തോ വലിയ മീൻ വന്ന് വെട്ടിയിട്ടുണ്ട്, ഉടനെ ഊരിയെടുക്കുന്നതാണ് ബെറ്റർ എന്ന് വിചാരിച്ചു. പക്ഷെ അതെൻ്റെ വിചാരം മാത്രമായിരുന്നു ഗൈസ്. ഇത് കറക്റ്റ് പോയി കണ്ടത്തിൻ്റെ താഴെയാണ് കിടക്കുന്നത്, അതായത് നല്ല ചെളിക്കകത്ത് പെരണ്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മീനും എൻ്റെ ചൂണ്ട കണ്ടില്ലായിരുന്നു. ഞാനത് വലിച്ചെടുത്തപ്പോൾ നമ്മൾ വെച്ച തീറ്റി അതുപോലെ തന്നെ അതിനകത്തുണ്ടായിരുന്നു. ഒന്നുമില്ല. മൊത്തം മുള്ളനാ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പരീക്ഷണത്തിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വള്ളത്തിൽ ദൂരെ പോയി കാസ്റ്റ് ചെയ്ത് ജസ്റ്റ് അവിടെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് വലിച്ചെറിയുന്നതിലും നല്ലത് അവിടെ കൊണ്ട് വെച്ചിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒന്നും വന്നില്ല ഗൈസ്. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, മീനും വന്നില്ല. ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഇവിടുന്ന് മീൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. ഞാൻ ഇപ്പം മീൻ വെട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, പക്ഷെ മീൻ മാത്രം വെട്ടുന്നില്ല ഗൈസ്. മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എറിയുമ്പോഴേ ചെളിയിൽ ഈ ചൂണ്ട അങ്ങ് താഴും. അതുകൊണ്ട് തന്നെ ഈ മീനുകൾ ഇത് കാണുന്ന പോലും ഇല്ല. ഞാൻ എന്തൊരു മണ്ടിയാണെന്ന് ആലോചിക്കുന്നത്, ഈ സ്പൈഡർ ഹുക്കൊക്കെ എടുത്ത് ഈ കണ്ടത്തിലൊക്കെ എറിയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അമ്മ ഞാൻ മീൻ പിടിക്കും എന്നറിഞ്ഞ് മീൻ മേടിക്കാതെ വന്നതാണ്, പക്ഷെ എനിക്ക് മീൻ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ തീറ്റി തീരുന്നിടം വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ ട്രൈ വെറുതെ ആകുന്നതല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നടന്നില്ല. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ എൻ്റെ അന്നദാനം ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.